നമ്മളെ നശിപ്പിക്കും. ഇതുപോലെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും വളർന്നതും നശിച്ചതും നേതാക്കന്മാരിലൂടെയാണ്. വ്യക്തി കേന്ദ്രീകൃതമല്ല രാഷ്ട്രീയം എന്ന് പറയുമ്പോഴും വ്യക്തി കേന്ദ്രീകൃതമാണ് രാഷ്ട്രീയം എന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇന്ദിരാഗാന്ധിയുടെ കരുത്തുണ്ടായിരുന്ന കോൺഗ്രസ്സിന് പിന്നീടത് ആരിലൂടെയും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമക്കളാണെന്ന് പറഞ്ഞതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ പാർട്ടി വളർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. നരേന്ദ്രമോദിയിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പുതിയ BJP എന്തുകൊണ്ട് വാജ്പേയിലൂടെ സൃഷ്ടിക്കപ്പെട്ടില്ല? അത് വേണമെങ്കിൽ അവരുടെ ഒരു പ്രോസസ്സ് ആയിരുന്നു എന്ന് പറയാം. BJPയെ സംബന്ധിച്ച് അവരുടെ വളർച്ചയായിരുന്നു എന്ന് പറയാം. കോൺഗ്രസ്സിന് നിലനിർത്താൻ കഴിയാതെ പോയി. ഇപ്പോൾ EK നായനാർ ഉള്ള കാലത്ത് അദ്ദേഹത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് കണ്ട കാലത്ത് ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കമ്മ്യൂണിസം ഉണ്ട്. ഏറെക്കുറെ VSനെയും അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് പിണറായിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് കമ്മ്യൂണിസത്തിൻ്റെ മൂല്യങ്ങൾക്ക് ശോഷണം വന്നു എന്നുള്ള തോന്നലിലാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇത് തിരുത്തിയാൽ മതി. പിന്നെ BJPയുടെ വർഗീയത നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. കാര്യം അവരുടെ ബേസിക് അതാണ്. അതെങ്ങനെ നമ്മൾ ഇതുകൊണ്ട് തിരുത്തുന്നത് എങ്ങനെയാണ്? അതാണ് ഹിന്ദുത്വ ദേശീയവാദമാണ് അവരുടെ നമ്മൾ ഇത് പലപ്പോഴും പലരും എതിർക്കുന്ന